അപ്പോൾ ആ ഫോട്ടോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്കിതിനെ സ്നാപ്സീഡിലോട്ട് ചെയ്യാം. ഇനി നമുക്കിതിനെ ടൂൾസിൽ ലെൻസ് ബ്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അതെടുത്ത് നമുക്കിതിനെ ഒന്ന് ബ്ലർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിതിനെ ബ്ലർ സ്ട്രെങ്ത് ഒക്കെ കൂട്ടി നമ്മളിതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ കുറച്ച് ബൊക്കെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ ഡബിൾ എക്സ്പോഷർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് ആഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിൽ നമ്മൾ നേരത്തെ എടുത്തിരിക്കുന്ന ഇലയുടെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ തന്നെ കയറി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒപ്പാസിറ്റി കൂട്ടിയിട്ട് ഫുള്ളാക്കുക. ഓക്കെ കൊടുക്കുക. അടുത്തായിട്ട് വ്യൂ എഡിറ്റ്സിൽ പോയിട്ട് വ്യൂ എഡിറ്റ്സ് കൊടുക്കുക. ഡബിൾ എക്സ്പോഷർ ബ്രഷിൻ്റെ ഇതെടുക്കുക. നമ്മൾ ആ ഇലയുടെ പോർഷൻ ഇറേസ് ചെയ്തെടുക്കുക. നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ബ്ലർഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഡബിൾ എക്സ്പോഷർ 100-ലാക്കിയിട്ട് നമ്മൾ ഇലയെ ഇറേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് പോയതെല്ലാം നമ്മൾ ശരിയാക്കണം. അതിനായിട്ട് ഡബിൾ എക്സ്പോഷർ 0-ലാക്കിയതിന് ശേഷം റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. സൂം ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ